മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകൾ രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ, അദ്ദേഹം ഖലീഫത്തുൽ മുസ്ലിമീനായി വാണരുളുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം ഇതുപോലെ സദസ്സിൽ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹം കൂടെ ഇരുന്ന ആളുകളോട് ചോദിച്ചല്ല, സാധാരണഗതിയിൽ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, ഷാം നിവാസിയായ ഇന്ന ആളുടെ മകൻ, എന്താ ഇപ്പൊ കുറച്ചാളായിട്ട് ഓനെ കാണാത്തത്? കുറെ നാളായല്ലോ ഞാനിങ്ങനെ നോക്കുന്നു, ഓനെ കാണുന്നില്ല, ഇപ്പൊ കുറച്ച് നാളായിട്ട് ഓനെ കാണുന്നില്ല, എവിടെ പോയി, എന്തായി? ഉടനെ സദസ്സിൽ നിന്നും ആളുകൾ ഉമർ ഇബ്നുൽ ഖത്താബിനോട് അങ്ങനെ പെട്ടെന്ന് ചാടിക്കറി പറയാൻ പറ്റുമോ? ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് ഇഷ്ടമാകട്ടെ, പറയുന്ന നമ്മളോട് സിമ്പതി വരട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചില ആളുകൾ പറഞ്ഞു, ഖലീഫ ഓന്റെ കാര്യം പോക്കാ, ഖലീഫ ഓന്റെ കാര്യം എന്താ പോക്ക്? അതെങ്ങനെയപ്പോ നിങ്ങളോട് പറയാ? എന്താ പറയൂ? അതെ, അവന്റെ കൂട്ടുകെട്ടൊക്കെ മോശമായി, അവൻ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോയി, എന്നിട്ടിങ്ങനെ എല്ലാം തുടങ്ങി, അവരവരുടെ കൂടെ എല്ലാം പോയി, മോശപ്പെട്ടു പോയി. എന്നിട്ട് അവന് മദീനയിൽ നമ്മളോടൊപ്പമൊക്കെ ജീവിച്ചാൽ അവന്റെ അടിച്ചുപൊളി അത്ര നടക്കൂല എന്ന് വിചാരിച്ചിട്ട് അവൻ ഷാമിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇവിടെ നമ്മൾ രണ്ടു മൂന്ന് കാര്യം ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനാണ്ട് ദുർബല നിമിഷത്തിൽ എന്തെങ്കിലും വഴികളിലേക്ക് പോയാൽ പള്ളിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നമ്മളും അവനെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാ കമന്റ് പറയും, അവൻ പണ്ടേ അങ്ങനെപ്പാ, അന്ന് നന്നാകാൻ സാധ്യതയൊന്നുമില്ല, നിങ്ങൾക്ക് കാറ്റ് പോയാ. എന്നോട് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, എന്താ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് കാറ്റായിപ്പോയാ, നിങ്ങൾ വെറുതെ മെനക്കെടുന്ന്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകൾ ഈ ആളുകളുടെ വർത്തമാനങ്ങളെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചു. സദസ്സ് പിരിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജോലിക്കാരിൽ നിന്നും ഒരാളെ അരികിൽ വിളിച്ചിട്ട് വെള്ളപ്പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞു, എഴുത്തെഴുതാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അദ്ദേഹം ഒരു ലെറ്റർ തയ്യാറാക്കി. ലെറ്ററിനകത്ത് ദീർഘമായ സാഹിത്യവാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല, കുറേ ഉപദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ സിമ്പിളായി 2-3 വരികളിൽ അദ്ദേഹം ഒരു കത്ത് തയ്യാറാക്കി. മിൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇലാ ഫുലാൻ ഇബ്നു ഫുലാനിലേക്ക്. അതിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു: غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو. ഹംദ് സലാത്ത് നമ്മൾ പറയാറില്ലേ കത്തിന്റെ തുടക്കത്തിൽ? അല്ലാഹു അവനാണ് സർവസ്തുതി. ഏത് അല്ലാഹു ആണ്? غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير والسلام. തീർന്നു. വേറെ വാതില്ല, ഉറുദിയില്ല, നസീഹത്തില്ല, ചീത്ത പറച്ചിലില്ല, കണക്ക് പറച്ചിലില്ല. നിന്നെ ഞാനല്ലേ കൊണ്ട് നടന്നിട്ട് ഷവർമയും മറ്റുമൊക്കെ വാങ്ങിത്തന്ന് ഇത്രയും കാലം പോറ്റിയിട്ട് അവസാനം നാട്ടുകാരെ കൊണ്ട് എന്നെ കുറ്റം പറയിപ്പിക്കാൻ, ചീത്ത പറയിപ്പിക്കാൻ വേണ്ടി നീ വടക്കുതരത്തിൽ പോയടാ, ഇനി വാ നിന്നെ കാണിച്ചു തരാം. ഉമറിന്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് അദ്ദേഹം സാധാരണ പറയുന്ന വാക്ക്, എൻ്റെ കൺമുമ്പിൽ കണ്ടാൽ അന്ന് ഒറ്റ കൊത്തിന് നിന്റെ തല ഞാൻ കൊത്തും എന്നല്ലേ പറയേണ്ടത്. അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒരു ചെറിയ കത്ത്, ഖുർആനിന്റെ പരിശുദ്ധമായ 2-3 വചനങ്ങൾ. ഗാഫിരിദ് ദംബി വഖാബിലിത് തൗബി ശദീദിൽ ഇഖാബി ദിത്തൗൽ ലാ ഇലാഹ ഇല്ലാഹു ഇലൈഹിൽ മസീർ. എന്നിട്ട് ഒരു പണിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഒട്ടിച്ചിട്ട് ഷാമിൽ വരെ നീ യാത്ര ചെയ്യണം, എന്നിട്ട് ആ ചെറുപ്പക്കാരൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം, അദ്ദേഹത്തിന് ഖലീഫ തന്നയച്ചതാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഈ പണിക്കാരൻ അവിടെ പോയി അന്വേഷിച്ച് പിടിച്ചപ്പം അദ്ദേഹത്തിന്റെ പുതിയ സുഹൃത്തുക്കളോടൊപ്പം ഇങ്ങനെ അടിച്ചു പൊളിച്ച് സുഖമായിട്ട് കഴിയും. വലിയ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ അടിച്ചു പൊളിച്ച് കഴിയാണ്. ഞാൻ മദീനത്തു നിന്ന് വരികയാണ്, ഉമർ റളിയല്ലാഹു അൻഹു അയച്ച, ഖലീഫ അയച്ച ഒരു പ്രത്യേക പ്രതിനിധിയാണ്. എന്നെ കാണാനോ? നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. എന്താ കാര്യം? നിങ്ങൾക്കൊരു പ്രത്യേക കത്ത്. എനിക്ക് കത്ത് തരിക. എന്നെ പോലത്തെ വൃത്തികെട്ടവന്, കുടിയന്, പിടിയന്, മുടിയന്, ആ വൃത്തികേടുകളും കൊണ്ട് മദീനത്ത് നിൽക്കാൻ പറ്റാത്തതിന്റെ പേരിൽ നാട് വിട്ട് വന്ന എനിക്ക് ഉമർ കത്തയക്കോ? എന്താമോ? അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വിചാരിക്കുക? കണ്ടുപിടിച്ച് കൈ കിട്ടിയ ഉടനെ അവന്റെ കഴുത്ത് കൊത്തണമെന്നായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അദ്ദേഹം മെല്ലെ ആ കത്തിങ്ങനെ പൊട്ടിച്ചു വായിച്ചു. ആകെ 2-3 വരിയുള്ളെങ്കിലും വായിച്ചിട്ടും തീരുന്നില്ല. അദ്ദേഹം വാ വിട്ട് പൊട്ടിക്കരഞ്ഞു. ചങ്ങാതിമാരെല്ലാം ഇങ്ങനെ നോക്കിക്ക, വാ വിട്ട് പൊട്ടിക്ക. എന്തുകൊണ്ടാണ് പൊട്ടിക്കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒന്നാമത്തത്, എൻ്റെ റബ്ബിനെ കുറിച്ചിട്ട് ഉമർ എന്നെ ഓർമ്മപ്പെടുത്തി. എൻ്റെ റബ്ബ് എത്ര കാരുണ്യവാനാണ്. എൻ്റെ റബ്ബ് ഗാഫിരിദ് ദംബ്, എല്ലാ പാവങ്ങളും പൊറുക്കുന്നവനാണ്. വഖാബിലിത് തൗബ്,
തൗബ സ്വീകരിക്കുന്നവനാണ്. തൗബ സ്വീകരിക്കാനും പാപം പൊറുക്കാനും തയ്യാറായി കാത്തു നിൽക്കുന്ന ഒരു റബ്ബുണ്ടെന്ന് എന്റെ ഉമർ എന്നെ ഓർമ്മപ്പെടുത്തി. ഉമർ എന്നെ കൊല്ലാൻ വിധിച്ചില്ല, എന്നെ തല്ലാൻ വിധിച്ചില്ല, എന്നെ തള്ളിക്കളയാൻ വിധിച്ചില്ല, എന്നെ മോശക്കാരനായി പ്രഖ്യാപിച്ചില്ല, എന്നെ നിന്ദ്യനാക്കിയില്ല. എന്റെ റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ചിട്ട് എനിക്ക് വിവരം തന്നു. എന്നാൽ പിന്നുള്ള വാക്കുകളിൽ ശദീദുൽ ഇഖാബി ദിത്തൗൽ, ഒരു പക്ഷേ നേരെ ചൊവ്വേ പടച്ചവൻ പറഞ്ഞതുപോലെ കേട്ട് പശ്ചാത്തപിച്ച് അവനിലേക്ക് മടങ്ങുന്നില്ലെങ്കിൽ അള്ളാഹു പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ഭയങ്കര പ്രതികാരമായിരിക്കും എന്നെ ഭയപ്പെടുത്തി. ലാ ഇലാഹ ഇല്ലാഹു ഇലൈഹിൽ മസീർ, അവനല്ലാതെ വേറെ ഒരു ഇലാഹ് നമുക്കില്ല. ചങ്ങാതിമാരൊക്കെ കുറച്ച് കാലത്തേക്കേ ഉണ്ടാവൂ. നമ്മളുടെ കീശ കുറച്ച് കാലിയായാൽ, നമ്മളുടെ ശക്തി കുറച്ച് ക്ഷയിച്ചാൽ ഈ ചങ്ങാതിമാർ ഓരോരുത്തരായി നമ്മളെ ഇളക്കിയിട്ട് പോവും. നമ്മളെ താലോലിക്കാനും നമുക്ക് ആശ്വാസം പകരാനും സമാധാനം പകരാനും ചിലപ്പം ഉമ്മയും ഉപ്പയും ഉണ്ടാവും. മോൻ എത്ര മുടിയനും കുടിയനും ആണെങ്കിലും ഉപ്പാക്കും ഉമ്മാക്കും മോനെ അങ്ങനെ കൈയൊഴിയാൻ കഴിയില്ല. ചിലപ്പോൾ പ്രിയപ്പെട്ടവരെ, ഉപ്പ മടുത്തിട്ട് ഇനി മേലാൽ എൻ്റെ മുമ്പിൽ വരരുതെന്ന് പറയുമ്പോഴും ഉപ്പ അറിയാതെ ഉമ്മ അവനെ മെല്ലെ 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 താലോലിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഉണ്ണാൻ കൊടുക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഈ ഉപ്പയും പോയി ഉമ്മയും പോയി, ഞാൻ ഒറ്റപ്പെട്ടവനായി. എന്നിട്ടോ ഞാൻ ഒറ്റപ്പെട്ടവനായിട്ട് ഇനി പോകേണ്ടത് ഇലൈഹിൽ മസീർ, ആ അള്ളാഹുവിങ്കിലേക്കല്ലേ. പാപിയായ നിലയിൽ, ദോഷിയായ നിലയിൽ, ധിക്കാരിയായ നിലയിൽ, വൃത്തികെട്ടവനായ നിലയിൽ അവങ്കലേക്ക് പോകുന്നതിന് പകരം പശ്ചാത്തപിച്ചു പോകുന്നതല്ലേ ബുദ്ധി. എന്റെ ഉമർ എന്നെ നന്നാക്കി. ഒരു പക്ഷേ ഇതിനു മുമ്പുണ്ടായിരുന്നതിനേക്കാളും സൽവൃത്തനായി, നല്ലവനായി ആ മനുഷ്യൻ തിരിച്ചു വന്നു. ഇതെന്തിന്റെ പേരിലാണ് പ്രിയപ്പെട്ടവരെ? എന്തിന്റെ പേരിലാണ്? നമ്മുടെ സമീപനങ്ങൾ നന്നാക്കണം, നമ്മുടെ പെരുമാറ്റം നന്നാക്കണം. നമ്മൾ കുഞ്ഞുങ്ങളോട്, പെണ്ണുങ്ങളോട്, കുടുംബത്തോട്, വീട്ടുകാരോട്, നാട്ടുകാരോട് ആ നിലയിൽ അടുത്തിടപഴകണം. എന്നിട്ട് അവരെ സ്നേഹത്തിന്റെ വലയത്തിൽ കൊടുക്കണം. വേറെ എവിടുന്നും കിട്ടാത്ത സ്നേഹം വാപ്പയിൽ നിന്ന് കിട്ടുമെന്ന് അവർക്ക് ബോധ്യം വരണം. വേറെ എവിടുന്നും കിട്ടാത്ത പരിഗണന മാപ്പിളയിൽ നിന്ന് കിട്ടുമെന്ന് അവർക്ക് ബോധ്യം വരണം. വേറെ എവിടുന്നും കിട്ടാത്ത സ്നേഹവും ലാളനയും ജ്യേഷ്ഠ സഹോദരന്മാരിൽ നിന്നും കുടുംബത്തിന്റെ ഉള്ളിൽ നിന്നും കിട്ടുമെന്ന് അവർക്ക് ബോധ്യമുണ്ടാകണം. ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത് വർത്താനം കൊണ്ടല്ല, നമ്മുടെ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട്. അങ്ങനെ നമ്മൾ സ്നേഹവലയത്തിൽ ഈ കുഞ്ഞുങ്ങളെ കൂട്ടിപ്പിടിച്ചിട്ട് അവരോടൊപ്പം സ്വർഗത്തിലേക്ക് യാത്രയാകണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരുമാറാകണം. അവരെയും കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയണം. നമ്മളുടെ കുഞ്ഞുങ്ങളില്ലാതെ നമുക്ക് എങ്ങനെ സ്വർഗം സുഖമാവുക പ്രിയപ്പെട്ടവരെ? നമ്മളുടെ മക്കളില്ലാത്ത സ്വർഗം ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ഭാര്യയില്ലാത്ത സ്വർഗം. അത് പറയുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇച്ചിരി വിഷമം ഉണ്ടാവും. ഭാര്യയില്ലെങ്കിലും വേണ്ടിയില്ല, ഓള് ഇവിടെ നരകാക്കിയിട്ട് അവിടെയും വന്നിട്ട് നരകാക്കാൻ നിൽക്കണ്ട. എന്നാലും പ്രിയപ്പെട്ടവരെ, നമ്മൾ ശരിക്കും ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചു, പടച്ചവനെ, ഞാനിങ്ങനെ സ്നേഹിക്കുന്ന, താലോലിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മകന്, മകള്, മകന്റെ മക്കള്, മകളുടെ മക്കള്, ഇവരൊന്നും ഇല്ലാതെ ഞാൻ സ്വർഗത്തിൽ പോയി എന്ത് ചെയ്യാനാ? അല്ലേ, എന്ത് ചെയ്യാനാ? കുറച്ചും കൂടി കടുപ്പമായി ചിന്തിച്ചു നോക്ക്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ സ്വർഗത്തിലും എൻ്റെ ഈ പ്രിയപ്പെട്ടവർ അപ്പുറം നരകത്തിലുമായി പോയാൽ ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ സഹിക്കും? അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവർ എന്നോടൊപ്പം ഉണ്ടാകണം. അതിന് ഞാൻ അവരിൽ പരിശ്രമിക്കണം, ഞാൻ അവരിൽ അധ്വാനിക്കണം, അവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കണം. അതിന് എൻ്റെ പ്രവർത്തനം, പെരുമാറ്റം കാരണമാകണം. എൻ്റെ പ്രസംഗം കാരണമാകണമെന്നല്ല, എൻ്റെ പെരുമാറ്റം കാരണമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ നമ്മുടെ കുടുംബത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് സ്വർഗപ്രവേശനത്തിന് ഭാഗ്യം കിട്ടുന്നവരിൽ നമ്മളൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാനിന്റെ ഇത്ഖും മിനന്നാർ അല്ലാഹു തആല പ്രഖ്യാപിക്കുമ്പോൾ എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും പരടികളെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ. സ്വർഗപ്രവേശനം നൽകുമ്പോൾ അല്ലാഹു നമുക്കെല്ലാവർക്കും സ്വർഗപ്രവേശനം നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ദുസ്വഭാവങ്ങളിൽ നിന്നും, ദുർഗുണങ്ങളിൽ നിന്നും, ദുർവഴികളിൽ നിന്നും ഒക്കെ അല്ലാഹു നമ്മളെല്ലാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.